പല്ല് കടിച്ചിരിക്കൂ. അതാ പല്ല് കാണിച്ചു തിരിക്കാൻ. പല്ലില്ല. ഇപ്പൊ കണ്ടില്ലേ എന്റെ പല്ലൊക്കെ കണ്ടില്ലേ ഇപ്പൊ. അച്ഛമ്മേ ഒരു സാധനം കാണിച്ചേരട്ടെ, ഒരു സാധനം കാണിച്ചേരട്ടെ. അതിതാ പഴ ആയിരത്തച്ഛനല്ലേ ഫോണില് 500 മേടിച്ചത്. 500 മേടിച്ചത്, ബാക്കി പിന്നെ കാണിച്ചതരാം. അതുകൊണ്ട് പറഞ്ഞതല്ല, അതുകൊണ്ട് ചോദിച്ചതല്ല, ഞാൻ പറയാം. 500 വാങ്ങിയത്. നല്ല പാകായില്ല. പാകായില്ല, വെറുതെ ഇത് ചീഞ്ഞു പോണ്ടല്ലോ. കാണിച്ചു തരീ. ഇതാരാ? ഇത് ഞാനല്ലേ? അതെ. ഇതാരാ? ഇത് അതോ? അതാരാ? ഇത് അച്ഛമ്മേന്റെ പോലെ ഉണ്ടോ? രണ്ട് ജാതിയാ. കണ്ടോ, നല്ല കറുത്ത മുടിയൊക്കെ ഉണ്ട്. രണ്ടും ഒരേ മുഖല്ലേ. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട്. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട്. കാണാണ്ടോ? ചുണ്ടൊക്കെ ചോന്നിരിക്കണുണ്ടോ? ഇത് വേറെ ഒന്നേ. എന്താ അച്ഛമ്മേ? അത് അച്ഛമ്മയുടെ ചെറുപ്പാണ്. ഇതോ? ആ അയ്യോ, അത് ഞാനാ തന്നെയാണോ? അയ്യോ, അത് അന്നത്തെ ഞാൻ തന്നെ. അത് അല്ലേ? ഇതാരാ? അതാരാ? അപ്പൊ ഇതാരാ? അത് അതിന്റെ മുന്നേ ഉള്ളതാ. മോളെ ഇത്രയായില്ലേ? എന്റെ വയസ്സ് മോക്കറിയോ? ചെറുപ്പത്തിൽ അച്ഛമ്മ എങ്ങനെയായിരുന്നോ കാണാൻ? ചെറുപ്പത്തിൽ ഇങ്ങനെയായിരുന്നോ കാണാൻ? ചെറുപ്പത്തിൽ ഇങ്ങനെയല്ല, അതില് ഇതായിരുന്നു. അല്ല, ഇത് ഞാൻ തന്നെയാണ്. ഇതോ? അതാരാ? അതും ഞാൻ തന്നെയാണ്. ഇത് അതിന്റെ മുന്നേ ഉള്ളത്, അത് കഴിഞ്ഞ ശേഷം ഉള്ളത് ഇപ്പതാ. ഇപ്പൊ ഞാൻ കുറഞ്ഞിട്ട് കഴി. ഇപ്പൊ കൊറേകന്റെ മാരെയോ? എല്ലാരും അച്ഛമ്മേന്റെ ചെറുപ്പത്തെ ഫോട്ടോ ചോദിക്കായിരുന്നില്ലേ? ചെറുപ്പത്തിലല്ല, ചെറുപ്പം കല്യാണം കഴിഞ്ഞ കുട്ടികളൊക്കെ അതിന് ശേഷമുള്ള ഫോട്ടോ അവിടെ ഉണ്ട്. ചെറുപ്പത്തിലെ ഫോട്ടോ ഇല്ലല്ലോ. ഇപ്പൊ കൊറേ ആൾക്കാരായി ചോദിക്കണു ഫോട്ടോ ഉണ്ടോ എന്ന്. മോളെ ഇതില്ല. ഇല്ല, അന്നതില്ല. പക്ഷെ എന്താ ചെയ്യാ? അപ്പൊ അത് ചോദിച്ചിട്ടേ അച്ഛമ്മേന്റെ ഉണ്ടായത്. ഇപ്പഴല്ലേ ഉണ്ടായത്. അപ്പൊ അന്നില്ലാത്തോണ്ടേ അച്ഛമ്മേന്റെ വീഡിയോ കാണുന്ന ഒരാളെ ഫേസ് ആപ്പിൽ ഇട്ട് ഉണ്ടാക്കി തന്നതാ. അച്ഛമ്മ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയായിരുന്നു ഇരുന്നത്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടോ? കണ്ടു, നല്ല കറുത്ത മുടിയൊക്കെ ഉണ്ട്. ചെറുപ്പത്തെ മുടിയാണല്ലോ നോക്ക. അയ്യപ്പോ അന്ന് ഇങ്ങനത്തെ മുടിയായിരുന്നോ? അമ്പാടുണ്ടായിരുന്നു. നല്ല മുടി ഉണ്ടായിരുന്നോ? ഇതേപോലെ ആയിരുന്നോ? അങ്ങനെയൊന്നല്ല, അത്രയൊക്കെ ഉണ്ടായിരുന്നോ? കൂട്ടി പിടിച്ചാൽ എനിക്ക് ഇങ്ങനെ കെട്ടാൻ കഴിയില്ല. ഇതിലും നല്ല മുടിയുണ്ട്. ഇന്നിപ്പോ കണ്ടില്ലേ? ഇപ്പൊ കണ്ടില്ലേ? സുന്ദരിയാണ്. ചെറുപ്പത്തിലും മോളെ ഞാൻ എന്താ ഇന്നറിയോ? എല്ലാവർക്കും ഒരു അസൂയ. അങ്ങനത്തെ അവിടെ അടുത്തൊന്നും ഇല്ല. എന്നിട്ട് അസൂയാണ് എല്ലാവർക്കും. ഓളൊരു നിറം, ഓളൊരു പത്രാസ് ഒക്കെ പറയും. ഭയങ്കര അസൂയായിരുന്നു അന്നൊക്കെ. ഇതേപോലെ ആയിരുന്നോ? അതിലും നല്ലതായി. മുടിയൊക്കെ ഇങ്ങനെ നീണ്ട മുടിയായിരുന്നോ? നല്ലോണം മുടി, നീണ്ട മുടിയായിരുന്നോ? ഇവിടെയൊക്കെ ചുരുണ്ടും കൊണ്ടായിരുന്നു. ചുരുണ്ടിട്ടാ ഇങ്ങനെ നിക്കണ മുടിയ? ഇങ്ങനത്തെ മുടിയല്ല അല്ലേ? ഇതേമാതിരി നെറ്റി ഇത്ര ഒന്നും ഉണ്ടായിരുന്നല്ലേ? ഇവിടെ വരെ ഉണ്ടായിരുന്നു മുടി. ഇവിടെ വരെ ഇതുവരെ മുടിയോ? നെറ്റി ഒന്നും ഇല്ലേ? കൊഴിഞ്ഞു പോയതാ. ആണോ? ചെറുപ്പത്തിൽ കൊഴിയാൻ ഇപ്പൊ നോക്കുതാ, ഇവിടെ എത്തിയില്ലേ? കൊഴിഞ്ഞു ഇതുണ്ടല്ലേ? അങ്ങനെ പോയതായിരുന്നു. മുടി എല്ലാം ഉണ്ടായിരുന്നു മോളെ, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അത് എനിക്ക് തന്നെയല്ല, എന്റെ മക്കൾക്ക് മുഴുവനും ഉണ്ടായിരുന്നു. എല്ലാവർക്കും മുടി ഉണ്ടായിരുന്നു. ബ്രൂട്ടീഷനൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല? അത് കേട്ടൂടാ. ഊട്ടി ഇതൊക്കെ ഈ ചുണ്ട ചെറിയൊക്കെ എന്ത് ചൊപ്പാന്നറിയോ? ചിലര് ചോദിച്ചെങ്കിലോ നിങ്ങൾ മുറുക്കലുണ്ടോന്ന്. എന്നോട് ചോദിക്കാ
മുക്കലുണ്ടോ അത്? ലിപ്സ്റ്റിക്കിന് പകരം അപ്പൊ എന്തായിരുന്നു? ലിപ്സ്റ്റിക്കിന് പകരം എന്തായിരുന്നു? ആര് ചോദിക്ക്. ലിപ്സ്റ്റിക്കിന് പകരം എന്താ ചെയ്യാ? ചുണ്ട് ചോന്നിരിക്കാൻ. അതല്ലാണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് വെച്ച അടക്കൊക്കെ കടിച്ചു നോക്കും. അപ്പൊ നല്ല എന്തൊരു ചുമപ്പുണ്ടാവും അറിയാം. അച്ഛമ്മ അങ്ങനെയാണോ ചുണ്ട് ചോമ്പിച്ചിരുന്നത്? ഞാൻ കടിച്ചു നോക്കി. ചുണ്ടൊക്കെ അന്ന് അങ്ങനെ തന്നെയാണ്. എന്റെ ചുണ്ടൊക്കെ അത്രയും നിറയാണ്, ചുവപ്പാണ്. ഇപ്പൊ ലിപ്സ്റ്റിക് ഇടണം. ഇപ്പൊ ഇപ്പൊ അല്ലേ ഇപ്പൊ ഇവിടെ തേക്കാം. ഞങ്ങൾക്കൊന്നും പച്ചമേനത്ത് സൗന്ദര്യം ഇല്ലല്ലോ. അപ്പൊ തേച്ച് ഉണ്ടാക്കണം. അന്ന് മോളെ ഒരു കണ്ണാടിയില് നോക്കാൻ കണ്ണാടി ഇല്ല. അന്നൊരു കണ്ണാടി ഇല്ല. എന്നിട്ട് ഈ കിണ്ടിയില് വെള്ളം നിറച്ച് വെക്ക. എന്നിട്ട് കുറിയൊക്കെ തൊടണമെങ്കില് അതില് നോക്കിയിട്ടാണ് തൊടുക. നമ്മള് നോക്കി പോവും. ആ വെള്ളത്തിൽ ഇമ്പളെ നയില് കാണില്ലേ, അങ്ങനെ ഒട്ടിപ്പൊട്ടൊന്നുമില്ല. അയ്യോ ചാതൊന്നുമില്ലേ? ഊട്ടിപ്പൊട്ട്. ഊട്ടിപ്പൊട്ടല്ല, കുട്ടിപ്പൊട്ടാണ്. എന്റെ മോളെ പണ്ടത്തെ പൊട്ട് ഇങ്ങനെയാ. അതെന്താ? അല്ല അതിലെ ഒക്കെയിടല്ല, കിണ്ടിയില് വെള്ളം കൊണ്ടുവച്ചിട്ടാ. അപ്പൊ എന്തിനാ കയ്യിലേക്ക് നോക്കിയത്? ആദ്യം എന്തിനാ കയ്യിലേക്ക് നോക്കിയത്? അല്ല നോക്കേ, കിണ്ടിയില് വെള്ളം കൊണ്ടൊക്കെയാ. അപ്പൊ വെള്ളം ഇങ്ങനെ തെളിഞ്ഞു നിക്കില്ലേ, അപ്പൊ നമ്മള് നിഴലായില് കാണില്ലേ. അപ്പൊ ഇതെന്താ? ഇതെന്താ? ഇതിവിടെ വെള്ളം തുളിക്കുക, എന്നിട്ട് ഇങ്ങനെ അരക്കുക. നിലത്തുനിന്ന് എടുത്തിട്ടാണോ തെറ്റി തൊടുക? അന്ന് അങ്ങനെയാ. അന്ന് കണ്ണെഴുതൽ എങ്ങനെയാന്നറിയോ? വാഴപ്പോള പൊളിക്കുക. വാഴപ്പോള പൊളിച്ച് ഇത്ര പോകുന്ന കഷ്ണാക്കിയിട്ട് നമ്മള് എണ്ണ, ഇന്നത്തെ എണ്ണ പോലെ വെള്ളാട്ടി എണ്ണ മേടിക്കുക. അതില് തുണി മുക്കും, മുക്കിയിടും. തിരി തരയ്ക്കും. നല്ല തുണിയാണ്ട് തിരി തരയ്ക്കും. എന്നിട്ട് ആ എണ്ണയിലിട്ട് മുക്കും. മണ്ണൊക്കെ മുക്കി കഴിഞ്ഞിട്ട് കത്തിക്കും. എന്നിട്ട് ഈ കഷ്ണം ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ, അപ്പൊ ഇതുപോലൊക്കെ പിടിച്ചു ആ പുക അല്ലേ, ഈ തിരിന്റെ എണ്ണേന്റെ. അതൊക്കെ കത്തി കഴിഞ്ഞതിന് ശേഷം ചൂടാറിയിട്ട് പ്ലായിലെടുത്തിട്ട് വടിച്ചിട്ട് ചെറിയൊരാൾ ഇതിലാക്കി വെക്കും. ചെറിയ ഒരു അളക്കിന്റെ മുടിയിലാക്കി വെക്കും. എന്നിട്ട് അത് ഒരു തുള്ളി എണ്ണ കൈകൊണ്ട് തൊട്ടിട്ട് അറിയോ? സൂപ്പർ. അറിയോ? അതല്ല, പെൻസിൽ പോലെ കുന്തെടുക്ക. എന്നിട്ട് ആ കുന്തെടുത്തിട്ട് സുഖല്ലേ? ഇങ്ങനെ കഷ്ടപ്പെടണ്ടല്ലോ. അന്നേത്തത് കണ്ണ്. ഇന്നത്തെ കണ്ണല്ല. ഇന്നത്തെ കണ്ണാകാം. കണ്ണ് കടതൊക്കെ കുത്തിത്തിരിക്കണതാ കണ്ണാണ്. അന്നതല്ല. കഷ്ടപ്പെടാൻ സമയമില്ലല്ലോ മോളെ. നിങ്ങളൊക്കെ അത് കണ്ടിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാ. ഞങ്ങൾക്ക് ഇന്ന് കണ്ണെഴുതണ്ട അങ്ങനെ ഒന്നും അറിയണ്ട. അറിയണ്ട. ഇന്നിപ്പോ സമയല്ലേ? ആർക്കും സമയമില്ലല്ലോ. ആരപ്പൊ ഇങ്ങനൊക്കെ നിലത്തൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് കിണ്ടിയിലൊക്കെ നോക്കി പൊട്ടൊക്കെ തൊടുക? കണ്ണാടില്ലേ?